മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ബിഷപ്പുമാർ എന്ന വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് ജനം TV പുറത്തുവിട്ടിരിക്കുകയാണ്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതി മാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ജനം TV പുറത്ത് വിടുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വിനീഷാണ്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, നമ്മൾ പുറത്തു വിടുന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് എങ്കിൽ അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണ്. അവർ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വലിയ തട്ടിപ്പിന് കൂട്ട് നിൽക്കുന്നു. കൃത്യമായ നടപടികൾ ഈ ഉദ്യോഗസ്ഥർക്കടക്കം എതിരെ വേണ്ടതല്ലേ വിനീഷ്? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു വലിയ തട്ടിപ്പ്, അതിൽ ഒരു വലിയ തട്ടിപ്പ് പുറം ലോകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം തന്നെ നിയമ നടപടി നേരിടേണ്ടി വരും. കാരണം ഭരണഘടനാ വിരുദ്ധമായി യാതൊരു അന്വേഷണവും കൂടാതെ ബിഷപ്പുമാരുടെ കത്തുകൾ മാത്രം കൈക്കലാക്കി വച്ചുകൊണ്ട് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. അത് സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2025 പരിശോധിക്കുമ്പോൾ മാത്രം ആയിരക്കണക്കിന് പേരാണ് സംസ്ഥാനത്ത് മാത്രം ഇത്തരത്തിൽ മതവും ജാതിയും മാറിയത്. ആ ജാതി മാറ്റവും മതമാറ്റവും എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ പിൻതലമുറക്കാർ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ വാർത്തയ്ക്കകത്ത് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് 2025 മാത്രം ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി, നമ്മൾ അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കണക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ രൂപം മാത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിക്ക് എങ്ങനെ മതവും ജാതി മാറാൻ സാധിച്ചു എന്നത് മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളെ എങ്ങനെ ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാക്കി മാറ്റി, ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളിനെ എങ്ങനെ ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാക്കി മാറ്റി. ലത്തീൻ എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. ആ ജാതിയിലേക്ക് എങ്ങനെ നാടാർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജാതി മാറ്റാൻ സാധിച്ചു, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ ജാതി മാറ്റാൻ സാധിച്ചു. മതം മാറാൻ ഭരണഘടനാപരമായി തന്നെ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ മതം മാറ്റം മറ്റു പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കോ വേണ്ടിയാകരുത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മതജാതി മാറ്റം സംസ്ഥാനത്ത് തകൃതിയായി നടക്കുന്നത്. ആ തകൃതിയായി നടക്കുന്ന ജാതി മത മാറ്റത്തിന് സംസ്ഥാന സർക്കാർ കുടപിടിക്കുന്നു. മാറി മാറി വന്ന സർക്കാരുകൾ കഴിഞ്ഞ കുറേ കാലമായി കുടപിടിക്കുന്നു അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പേർ ജാതി മത മാറ്റത്തിലൂടെ നിരവധി ജോലികൾ സംവരണാനുകൂല്യങ്ങളും ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഖി, ശരി വിനീഷ്, സംവരണാനുകൂല്യം ലഭിക്കാൻ നടത്തുന്ന വമ്പൻ തട്ടിപ്പിന്റെ കഥയാണ് പുറത്ത് വരുന്നത്. മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ബിഷപ്പുമാരാണ്. SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്ത് വരികയാണ്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതി മാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിരിക്കുകയാണ്. ജനം ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് നൽകുന്ന വാർത്തയാണ് ഇത്. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം. ഒരു ഇടവേള.